ഈ മഹാനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. അഖിൽ മാരാർ T20 വിട്ടിരിക്കുകയാണ് ഗൈസ്. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ല ലുലുമാളിൽ പോയി മുണ്ടുപൊക്കി നിൽക്കുന്നതാണെന്ന് പറഞ്ഞ വ്യക്തി അടുത്ത കൊല്ലം ബിഗ് ബോസിൽ പോവുകയും കപ്പടിച്ച് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. BJP-യിൽ കയറില്ല, BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന് പലതവണ ഒന്നല്ല പലതവണ പറഞ്ഞ വ്യക്തി NDA സ്ഥാനാർത്ഥിയായിട്ട് ഈ വട്ടം മത്സരിച്ച് 8 നില പൊട്ടിയത് നമ്മൾ കണ്ടതാണ്. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടി എന്നാണല്ലോ പറയാറ്. ഞാൻ ആ പടികൾ ചവിട്ടി കയറി ഇപ്പൊ എത്തി നിൽക്കുന്ന എവിടെയെന്നറിയോ? കോൺഗ്രസിന്റെ സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് BJP-ക്ക് വേണ്ടിയിട്ട് NDA-ക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടി പോയി. ഒരു മാറ്റവും ഇല്ലല്ലോ. പട്ടിയുടെ വാല് പന്തീരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയതെന്ന്, അതാണ് പുള്ളിയുടെ ലക്ഷ്യമെന്ന്. ഞാനൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്. സീരിയസ്ലി, ശരിക്കും എനിക്ക് ഒരാളെ സഹായിക്കണം തോന്നിയാൽ പിന്നെ സഹായിക്കാതെ ഉറക്കം വരില്ല. അത് ശരിയാ. അറിയുന്ന വാക്കിന് പുല്ലിന്റെ വിലയെങ്കിലും വേണം, അറ്റ്ലീസ്റ്റ് തീട്ടത്തിന്റെ വിലയെങ്കിലും വേണം. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട്. അഖിലിന് എവിടെങ്കിലും കുണ്ടി ഉറപ്പിക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ മതി, അവിടെ അങ്ങ് ഇരുന്നോളും. അത് BJP കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് ചാടിത്തുള്ളി പോയി. നടാവന്മാര് മൂഞ്ചിച്ച് വിട്ടു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല മെന്റൽ സ്ട്രെങ്ത് വേണം, അല്ലെങ്കിൽ പരിപാടിക്ക് പോകരുത്. എന്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു. പലരും ഞാൻ എടുത്ത തീരുമാനത്തോട് വിയോജിച്ചു. എന്റെ ആഗ്രഹങ്ങളൊന്നും ഈ ജന്മം നടക്കാൻ പോണില്ല. ഞാൻ ഇവിടുന്ന് ചാടിച്ചാവും. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ അതിശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരും തെറി വിളിക്കുന്ന സാഹചര്യം. നിന്റെ വാക്കിന് സത്യമുണ്ടോ? നീ മനുഷ്യനാണോടാ? മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അപ്പൊ ഇവിടുത്തെ ശരിക്കും പ്രശ്നം ഇതാണ്. അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അഖിൽ മാരാറിന്റെ ആവശ്യങ്ങളൊന്നും സാബു ജേക്കബ് മുഖവരക്കെടുത്തില്ല, മൈൻഡ് പോലും ചെയ്തില്ല.